കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുകയും കേട്ടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് നമ്മുടെ അറബിക്കടലിൽ കപ്പൽ മുങ്ങി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ മെയ് 25-ന് കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലത്തിലാണ് ഈ കപ്പൽ മുങ്ങിയിട്ടുള്ളത്. ഇതൊരു ലൈബീരിയൻ കപ്പലാണ്. MSC എൽസ 3 എന്നാണ് ഈ കപ്പലിൻ്റെ പേര്. MSC എൽസ 3 എന്നാണ് കപ്പലിൻ്റെ പേര്. ലൈബീരിയൻ കപ്പലാണ്. അപ്പോൾ ഇത് എങ്ങനെ മുങ്ങി എന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായൊരു ധാരണ കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അല്ലേ. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇതൊരു കണ്ടെയ്നർ കപ്പലാണ്. 640ഓളം കണ്ടെയ്നറുകളുമായി വരുന്ന കപ്പലാണ് ഇത്. 84.4 മെട്രിക് ടൺ ഡീസൽ, 370 മെട്രിക് ടൺ ഫർണസ് ഓയിൽ ഒക്കെ ആയിട്ട് ഇതൊന്നും ചെറിയ അളവുകളല്ല. അത്രയും വലിയ വലിയ അളവിലുള്ള ഓയിലുകളായിരുന്നു ആ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഏതെങ്കിലും കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അടുത്ത് ചെല്ലരുത്, തൊടരുത് എന്നൊക്കെ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിലൊരു കണ്ടെയ്നർ തന്നെ പ്രത്യേകമായി നമ്മൾ എടുത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത്. ഒരു ഖരവസ്തുവാണ്, നിറമില്ലാത്ത ഒരു ഖരവസ്തുവാണ് ഈ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത്. അപ്പം അത് ഒരു കണ്ടെയ്നറിൽ ഈ കാൽസ്യം കാർബൈഡാണുള്ളത്. ഈ കാൽസ്യം കാർബൈഡിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ വ്യവസായശാലകളിലൊക്കെ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവായിട്ടുള്ള അസറ്റിലിൻ വാതകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാൽസ്യം കാർബൈഡ് വെള്ളവുമായി ചേരുമ്പോൾ അവിടെ കാൽസ്യം ഹൈഡ്രോക്സൈഡും അസറ്റിലിൻ വാതകവും ഉണ്ടാവും. അപ്പോൾ അതൊരു താപമോചക രാസപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അളവിൽ അവിടെ എന്തുണ്ടാവും? താപം ഉണ്ടായിരിക്കും. താപം പുറത്തുവിടും അല്ലേ. അങ്ങനെ അത് കൂടാതെ തന്നെ ഈ അസറ്റിലിൻ വാതകം എന്ന് പറയുന്നത് കത്താൻ വളരെയധികം ടെൻഡൻസി ഉള്ള ഒരു വാതകമാണ് അസറ്റിലിൻ വാതകം എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഈ ജലത്തിൽ അടങ്ങിക്കഴിഞ്ഞാൽ ജലത്തിൻ്റെ pH മൂല്യത്തിലൊക്കെ വ്യതിയാനം വരും. അത് ഈ ജലത്തിലെ ജീവികളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും. അങ്ങനെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഇതിങ്ങനെ ചർച്ചകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പിന്നെ നമുക്ക് സമാധാനിക്കാവുന്ന അല്ലെങ്കിൽ ഒന്ന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള 24 ജീവനക്കാരെയും, കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും ചേർന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. ആരുടെയും ജീവൻ പോയിട്ടില്ല. പക്ഷേ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നടക്കും എന്ന് ഇനി അങ്ങോട്ട് കുറച്ച് കാലത്തേക്ക് നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അല്ലേ. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മത്സര പരീക്ഷകൾ എഴുതുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്പലിൻ്റെ പേര് MSC എൽസ 3 എന്നാണ്. ഇതൊരു ലൈബീരിയൻ കപ്പലാണ്. കൂടുതലായും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രാസപദാർത്ഥം എന്ന് പറയുന്നത് കാൽസ്യം കാർബൈഡാണ്. CaC2 എന്നാണ് ഇതിൻ്റെ രാസവാക്യം. ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മിസ്സിൻ്റെ ഒരു പഴയ ചാനലാണ്. അപ്പോൾ ഇതൊന്ന് പൊടി തട്ടിയെടുക്കുകയാണ്. അപ്പോൾ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.